എത്ര കുട്ടികൾ FMG എക്സാം എഴുതിയിട്ടുണ്ട്, എത്ര കുട്ടികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടില്ല ഒരുപാട് കൺസേൺസ്. അബ്രോഡ് MBBS നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജുകൾ. പക്ഷേ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണ്, ഉസ്ബെക്കിസ്ഥാനിന് FMG പാസിംഗ് റേറ്റ് എത്രയാണ്, എത്ര കുട്ടികൾ FMG എക്സാം എഴുതിയിട്ടുണ്ട്, എത്ര കുട്ടികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടില്ല ഒരുപാട് കൺസേൺസ് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാവും അല്ലേ. എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഡയറക്റ്റ് ഇതുവരെ ഫസ്റ്റ് ഇയർ മുതൽ പഠിച്ചിട്ട് ആരും FMG എക്സാം എഴുതിയിട്ടില്ല. പക്ഷേ ഓൾറെഡി ഉക്രൈൻ വാറൊക്കെ കഴിഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ സ്റ്റുഡൻസിലുള്ള കുട്ടികൾ FMG എക്സാം എഴുതിയിട്ടുണ്ട്. FMG എക്സാം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. FMG എക്സാം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എഴുതേണ്ട എക്സാമാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ. ഈ എക്സാമിൻ്റെ പാസിംഗ് റേറ്റ് എത്ര ഉണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ, ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കുട്ടികൾ പാസ്സായിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ 2024 നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ്, NBE എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണ് ഇന്ത്യയിൽ FMG എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 2024 100% പാസിംഗ് ഉള്ള കോളേജ് ഉണ്ട്, 47% പാസിംഗ് റേറ്റ് ഉള്ള കോളേജുകളുണ്ട്, 38% ഉള്ളതുണ്ട്, 32% ഉള്ളതുണ്ട്, 0% ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 0% പാസിംഗ് റേറ്റ് ഉള്ള കോളേജ് ഏതായിരുന്നു, അതായത് ഒരു കുട്ടി പോലും പാസ്സാവാത്ത ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആൻഡിജൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 4 കുട്ടികളാണ് അവിടുന്ന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി 4 കുട്ടികളും എക്സാമിനേഷൻ ക്വാളിഫൈ ആയിട്ടില്ല. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് 12% പാസിംഗ് റേറ്റുള്ള കോളേജാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏകദേശം 54 കുട്ടികൾ FMG എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 7 കുട്ടികളാണ് FMG എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ സമർക്കന്ത് നമുക്ക് എല്ലാവർക്കും അറിയണം, നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്, നല്ല അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് 54 സ്റ്റുഡൻസ് എഴുതിയിട്ട് 7 സ്റ്റുഡൻസാണ് FMG എക്സാമിനേഷൻ ക്വാളിഫൈ ആയിട്ടുള്ളത്. അത് നെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32.41% പാസ്സായിട്ടുള്ള ഉർഗഞ്ച് ബ്രാഞ്ച് ഓഫ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി. താഷ്കന്ത് മെഡിക്കൽ അക്കാദമീൻ്റെ ഉർഗഞ്ച് ബ്രാഞ്ചിൽ നിന്ന് 108 കുട്ടികൾ അപ്ലൈ ചെയ്തു, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു. അതിൽ 35 കുട്ടികളാണ് പാസ്സായിട്ടുള്ളത്. ഏകദേശം 32.41% അതിൻ്റെ പാസിംഗ് റേറ്റ് വരുന്നത്. പിന്നെ വരുന്ന മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 38.10% വരുന്നത് താഷ്കന്ത് സ്റ്റേറ്റ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. താഷ്കന്ത് സ്റ്റേറ്റ് ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ 21 കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ 8 കുട്ടികളാണ് അവിടെ പാസ്സായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നമ്പർ കിട്ടി. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതിൽ ഒന്ന് 47.83% പാസ്സായിട്ടുണ്ട്. അത് 299 കുട്ടികൾ എക്സാം എഴുതിയതിൽ 143 കുട്ടികളും പാസ്സായിട്ടുള്ള കോളേജാണ് ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെയിംഡ് ആഫ്റ്റർ അബു അലി ഇബിനു സീനോ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ബുഖാറ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓൾറെഡി കോൺട്രാക്റ്റ് ഉള്ള കോളേജാണ്. അവിടെ അഡ്മിഷൻസ് നമുക്ക് ഈ വർഷം ഒരുപാട് കുട്ടികളുണ്ട്. ഈ കോളേജാണ് 47.83% FMG പാസിംഗ് റേറ്റിൽ നിൽക്കുന്ന കോളേജ്. ഇനി 100% കുട്ടികൾ പാസ്സായ കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. 4 കുട്ടികളാണ് അവിടെ എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ 4 കുട്ടികൾ തന്നെ പാസ്സായിട്ടുണ്ട്. അത് വേറെ ഏതുമല്ല, താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ നമ്പർ 1 ഇൻ കേസ് ഓഫ് FMG പാസിംഗ് റേറ്റ് നോക്കുകയാണെങ്കിലും താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയാണ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ബുഖാറയാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ഓൾറെഡി ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. താഷ്കന്ത് മെഡിക്കൽ അക്കാദമി ഒരു 2 മന്ത്സ് ആ സമയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇനി 1 മന്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബുഖാറ ഓൾറെഡി 200+ അഡ്മിഷൻസ് ലെറ്റേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ബുഖാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുഖാറ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് വരുന്നത്. അപ്പോൾ ഹോസ്റ്റലും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇൻസൈഡ് ദ ക്യാമ്പസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷറും ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിലെ പ്രൈം യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് താഷ്കന്ത് മെഡിക്കൽ അക്കാദമി തന്നെയാണ്. ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ ഉണ്ടാവുള്ളൂ. അത് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കൂടി എടുക്കുന്ന പരിപാടി താഷ്കന്ത് മെഡിക്കൽ അക്കാദമിക്ക് ഇല്ല. ഇൻ്റർവ്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കണക്ട് ചെയ്യുക. കാരണം സീറ്റുകൾ ഏകദേശം ഓൾറെഡി ബുക്ക് ചെയ്ത കുട്ടികളുണ്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങളും നിങ്ങൾ മറക്കരുത്. സോ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കുക. ഈ ഡാറ്റകളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക.